കേരളത്തിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിന് ചില രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്നുവെന്ന് നമുക്ക് പല വാർത്തകളും കണ്ടാൽ മനസ്സിലാവും. ഓരോ ചാനലുകൾക്കും ഓരോ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിനനുസരിച്ച് എല്ലാ വാർത്തകളും ആ ഒരു രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളത് പറയുന്നതും ഒരു ശരിയായ നിലപാടാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ പല വാർത്തകളും സർക്കാരിന് എതിരെ നല്ല വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും സർക്കാരിനെതിരായിട്ട് എങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. പ്രളയം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ പല കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ടർ ചോദിക്കുന്നത് കാണുമ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചോദിക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നെ അതേപോലെ ഈ കൊല്ലം നീണ്ടകര സംഭവത്തിൽ മറ്റേ മത്സ്യത്തൊഴിലാളി കാണാതായ സംഭവത്തിൽ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നു. അതിനിടയ്ക്ക് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ, അവിടെ നിൽക്കുന്ന പോലീസുകാരോടൊക്കെ ചോദിക്കുന്ന ഒരു രീതിയും അവർ ഒന്നും അനങ്ങാതെ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരെടുത്ത് പോയിട്ട് നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ, അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെയാണ് പലതും ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു എന്തോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോ വി.ഡി. സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ CPM അനുകൂലമായിട്ടുള്ള നിരന്തര വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മാറി ഇപ്പൊ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഒരുപാട് വാർത്തകൾ. എല്ലാ വാർത്തകളും ഏത് വാർത്തയിലും എന്തെങ്കിലും ഒരു നല്ലതുണ്ടെങ്കിൽ പോലും അത് മാറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഈ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ഇങ്ങനെ കുറെ വാർത്തകൾ വന്നപ്പോൾ ഇപ്പൊ പുതിയൊരു വാർത്ത വരാൻ പോകുന്നു. ഈ റിപ്പോർട്ടർ ടിവിക്ക് നേരത്തെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. നേരത്തെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം പറ്റിച്ചു, ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചു. അതിന്റെ പേരിൽ പറ്റിച്ച മാത്രമല്ല, ഇവിടെ സ്റ്റേഡിയത്തിന്റെ പണി നടത്തി, അതിലും വിവാദമായി. പിന്നെ പുതിയൊരു വാർത്ത എന്ന് വെച്ചാൽ 126 കോടി രൂപ വിദേശത്തെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്റർനാഷണൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു കമ്പനിക്ക് 126 കോടി രൂപ നൽകി എന്നുള്ളത് വിദേശത്തേക്ക് അയച്ചു അല്ലെങ്കിൽ വിദേശത്തേക്ക് കടത്തി എന്ന് പറയുന്നത്. അതിന് ഇവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഫെമ നിയമപ്രകാരം 126 കോടി രൂപയ്ക്ക് 12 കോടി രൂപയെങ്ങാണ് GST കെട്ടുന്നത്. ആ പൈസ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസാണ് ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് ഈ വി.ഡി. സതീശൻ അതിനകത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇതൊരു പകപോക്കലാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം തങ്ങൾക്കെതിരെ കൂടുതൽ മിക്ക വാർത്തകളും തങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിന് എതിരെ ഈ ഒരു നടപടി എടുത്തതോടുകൂടി അതൊരു പകപോക്കലാണോ എന്നുള്ളൊരു ചർച്ചയാണ് ആദ്യം വരുന്നത്. അല്ല, മിക്ക ചാനലുകൾക്കും ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകും. ചാനലുകൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചെറിയൊരു ചായ്വുണ്ടാകും. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ചാനൽ അല്ലാതെയുള്ള ചാനലുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണിത്. എന്നാൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മാധ്യമ പ്രവർത്തകരെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്ന കാര്യം. എന്ന് വെച്ചാൽ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാട്ടുക. പ്രതിപക്ഷത്തിന് എന്ത് റോളാണോ ഉള്ളത് അതേ റോള് തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഉള്ളതെന്നാണ്. എന്നാൽ റിപ്പോർട്ടറിന്റെ കാര്യം വരുമ്പോൾ അത് വളരെ വ്യത്യാസമാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസിനും UDF-നും എതിരായിട്ടും അവർ ഭരണപക്ഷത്തെത്തുമ്പോൾ അതേ നിലപാട്. അപ്പോൾ UDF അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു രീതി. CPM-ന് വേണ്ടി കൈരളിയെയും ദേശാഭിമാനിയേക്കാൾ നന്നായി CPM-ന്റെ PR ചെയ്യുന്ന CPM-ന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ചാനലായി റിപ്പോർട്ടർ ചാനൽ മാറിയിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈരളിയേക്കാളും കൂടുതൽ പണി ചെയ്യുന്നത് കൈരളിയുടെ പണി ചെയ്യുന്ന ഇപ്പൊ റിപ്പോർട്ടറാണെന്നുള്ള രീതി. പിന്നെ അത് മാത്രമല്ല, റിപ്പോർട്ടർ തുടങ്ങുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. ആരും വിചാരിച്ചില്ല റിപ്പോർട്ടർ ഇത്രയും വലിയൊരു ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായിരിക്കുമെന്ന്. നികേഷ് കുമാർ ഈ ചാനൽ തുടങ്ങുമ്പോൾ നിഷ്പക്ഷ രീതിയിൽ പോകുന്ന വലിയ മാറ്റങ്ങൾ മാധ്യമരംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച ഒരു ചാനലാണ്. അത് പിന്നീട് നഷ്ടത്തിലാകുന്നു. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ അല്ലെങ്കിൽ മുട്ടിൽ മരമുറി കേസിലെ സഹോദരന്മാർക്ക് ഈ ചാനൽ വിൽക്കുന്നു. അതോടുകൂടി ഏകദേശം തീരുമാനമായി. പിന്നെ നികേഷ് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അതോടുകൂടി പൂർണ്ണമായി ചാനൽ വിട്ടുകൊടുക്കുന്നു. അതിനുശേഷമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് UDF പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇനി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തന്നെ ആ ഒരു രീതിയിൽ ഒരു നറേഷൻ കൊണ്ടുവരികയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. ആവശ്യമെങ്കിൽ ഇനിയും പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇനിയും അതിജീവിതമാരും ഇരകളുമുണ്ട്, അത് ആവശ്യമെങ്കിൽ സമയത്ത് അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ ചാനലും റിപ്പോർട്ടറാണ്. അപ്പോൾ അവിടെ എന്ത് മാധ്യമ ധർമ്മമാണ് അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമായ ഏത് സാഹചര്യത്തിൽ രാഷ്ട്രീയമായി CPM-ന് അനുകൂലമാക്കുക എന്നത് മാത്രമാണ് അവിടെ ചിന്തിച്ചത്. അവിടെ
ഇരയ്ക്കോ അതിജീവിതയ്ക്കോ ഒന്നും ഒരു തരത്തിലുള്ള ബഹുമാനവും കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, നിരവധി കേസുകൾ ഇങ്ങനെ നിരവധി മാനനഷ്ട കേസുകൾ റിപ്പോർട്ടർ ടിവിക്കെതിരെ നൽകിയിട്ടുണ്ട്. പലതും 100 കോടിയുടെ ഒക്കെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ജഡ്ജ് തനിക്ക് എതിരെ നിരന്തരം അധിക്ഷേപം വാർത്തകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു പരാതി നൽകിയതായിട്ടാണ് അറിയുന്നത്. അതുകൂടാതെ പിന്നെ IPS ഉദ്യോഗസ്ഥന്റെ ഒരു പരാതിയുണ്ട്. പിന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഈ അടൂർ പ്രകാശിന് ഒരു പരാതി, പിന്നെ നഷ്ടപരിഹാരം മാനനഷ്ട കേസ് അല്ല, കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാലം കോൺഗ്രസ് ഈ റിപ്പോർട്ടർ ചാനലുമായി തെറ്റി നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പോലും ചാനൽ ചർച്ചയിലേക്ക് പോകണ്ട എന്ന നിലപാടെടുക്കുക, കോൺഗ്രസുകാർ ഈ ചാനൽ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുക, ആരും തന്നെ 100 ദിവസത്തിന് പുറത്ത് ആരും തന്നെ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ ആരും തന്നെ റിപ്പോർട്ടർ ചാനൽ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കാത്ത ഒരു സാഹചര്യം അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടൂർ പ്രകാശ് തന്നെ ഒരു തവണ പറയുകയുണ്ടായി, അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ UDF അധികാരത്തിൽ എത്തിയാൽ റിപ്പോർട്ടർ ചാനലിനെ പൂട്ടിക്കും എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അത്തരമൊരു നിലപാടൊന്നും നമ്മൾ കണ്ടില്ല, റിപ്പോർട്ടറിനെതിരെയും കണ്ടില്ല. പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിലോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക ദേശാഭിമാനി, കൈരളി, റിപ്പോർട്ടറിലെ ഇവര് ഈ 3 സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരായിരിക്കും ചോദിക്കുക. ബാക്കിയുള്ള പലർക്കും അവസരങ്ങൾ കിട്ടാറില്ല. കൂടുതൽ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ഞാൻ ഇരുന്ന് തരുന്നത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ പോലും പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ദുരന്ത മുഖത്ത് റിപ്പോർട്ടർമാർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ പോലീസുകാർക്ക് മുന്നിൽ ചെന്ന് അവിടെ ചെന്ന് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ വിമർശിക്കണം, പ്രതിപക്ഷം ആണ് അല്ലെങ്കിൽ ചാനലിന്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള ചാനലുകൾ എന്താണ് ചെയ്യുന്നത്, എന്തുണ്ടെങ്കിലും അതിപ്പോ ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും. ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെയും വിമർശിക്കും. ഇനിയിപ്പോ മറ്റുള്ള BJPക്കെതിരെ ആണെങ്കിൽ അതിനും എടുക്കും. എല്ലാവർക്കെതിരെ ഒരേപോലെ വിമർശിക്കുകയും നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയുകയും ചെയ്യും. പക്ഷെ ഇത് ചിലത് നല്ലത് കാണുന്നത് പോലും അതിലെന്തെങ്കിലും മോശമുണ്ടോ എന്നുള്ളത് തിരിഞ്ഞു പിടിച്ചിട്ട് അതിനകത്ത് ആ ഒരു സംഭവം ചെയ്യുന്ന രീതിയിലാണ് പല റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ UDF പക പോക്കുകയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പകയാണെന്നൊക്കെ പറഞ്ഞാലും തെറ്റു പറയാനൊന്നും ആകില്ല. സ്വാഭാവികമായിട്ടും VD സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ കണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു യോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, പണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല, ബുദ്ധിമുട്ടിക്കില്ല, സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് എടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് VD സതീശൻ വന്നപ്പോൾ മുതൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എണ്ണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ റിപ്പോർട്ടറിനെതിരെയുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത് ഉണ്ടാവുമായിരിക്കും. കാരണം എന്തായാലും ഇപ്പോൾ ഒരു 126 കോടി രൂപ വിദേശത്തേക്ക് അയച്ചതിന് പേരിൽ 12 കോടി രൂപ GST അടയ്ക്കാത്തതിന്റെ പേരിലാണ് ഇപ്പം റിപ്പോർട്ടറിനെതിരെ നടപടി എടുക്കാൻ വന്നിരുന്നത്. ഇതെന്ന് വെച്ചാല് ഒരു കെട്ടിച്ചമച്ച കേസല്ല, ഇത് സത്യത്തിൽ ഉള്ള കേസാണ്, സർക്കാരിന്റെ മുന്നിലുള്ള വിഷയം തന്നെയാണ്. ഇതിന്റെ അകത്ത് VD സതീശന് ഏറ്റവും എളുപ്പമായ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയും അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയും. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും പല ഉദ്യോഗസ്ഥരും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ GST അടയ്ക്കാത്ത വിവരം ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരെ സ്ഥലം മാറ്റുകയും അന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന LDF സ്വാഭാവികമായും റിപ്പോർട്ട് ചാനലുമായി വളരെ അടുത്ത് നിന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷെ സർക്കാർ മാറി വരുമ്പോൾ റിപ്പോർട്ടർ ചാനലിന് പൂട്ട് വീഴും. നമുക്കറിയാം, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങളിൽ നിൽക്കുന്നു. ഇപ്പോഴും ആ ചാനൽ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ചാനൽ പോലും ആ ഒരു രീതിയിലേക്ക് ആളുകൾ പറയുന്ന തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അവിടെയാണ് പുതിയൊരു കാര്യം കൂടി വരുന്നത്. കേരളത്തിലെ ഒന്നാകെ പറ്റിച്ചതാണ്. മെസ്സി കേരളത്തിലേക്ക് വരും, അതിനുശേഷം 2 സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ 2 സ്ഥലത്ത് മെസ്സി വരികയും ചെയ്തു. അപ്പൊ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചു. അത് ഈ ഒരു ഫുട്ബോൾ വീരവാദം മുഴക്കിണ്ടായിരുന്നു, മെസ്സി ഇവിടെ വന്നില്ലെങ്കിൽ അവിടെ വേറെ എവിടെയും വരില്ല. മെസ്സി പലയിടത്തും വന്നു. സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അതെല്ലാം കുത്തിപ്പൊക്കി വീണ്ടും വരാനുള്ള സാധ്യത. കാര്യം ഇപ്പൊ ഈ GST അടയ്ക്കാത്ത ഒരു വിഷയമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഈ ഒരു വിഷയം സർക്കാർ സീരിയസ് ആയി എടുക്കുമ്പോൾ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതെല്ലാം വീണ്ടും കുത്തിപ്പൊക്കി വരും. അതെല്ലാം തന്നെ സർക്കാരിന് അനുകൂലമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സർക്കാരിനെ ആർക്കും വിമർശിക്കാൻ കഴിയില്ല. ഒരു ചാനലിനെതിരെ, ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഇല്ലാത്ത ഒരു കേസല്ലല്ലോ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ആർക്കും ഈ വിഷയത്തിൽ വിമർശിക്കാനാകില്ല. റിപ്പോർട്ടർ ചാനലിനെ മാത്രമേ വിമർശിക്കാനാകൂ. അല്ല, ഈ കേസിൽ ഇപ്പൊ 12 കോടി അടയ്ക്കേണ്ടത് കാഞ്ഞങ്ങാടുള്ള GST ഓഫീസിലെങ്ങാണ്ടാണ് അടയ്ക്കുന്നത്. അവിടെ ചാനലിന്റെ ഓതറൈസേഷൻ ലെറ്ററുമായിട്ട് ആന്റോ അഗസ്റ്റിന് എത്തിയിട്ടെന്ന് കേൾക്കുന്നു. അവിടെ അവിടുത്തെ GST ഉദ്യോഗസ്ഥരെ കണ്ടു. അപ്പൊ
VD സതീശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അത് പറ്റില്ല എന്നുള്ളൊരു തറപ്പിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ VD സതീശൻ തന്നെ ഇതിന് യാതൊരുവിധ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളൊരു നിലപാട് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കേസ് എന്തായാലും ഒത്തുതീർപ്പാക്കാം എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്ന അവർക്ക് ഉണ്ടാവില്ല. ഒത്തുതീർപ്പിലേക്കൊന്നും പോകാനാണെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഫേവർ റിപ്പോർട്ടർ ചാനൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നന്നായി പോകുന്ന ഒരു മാധ്യമ സ്ഥാപനം, നിഷ്പക്ഷമായി പോകുന്ന ഒരു മാധ്യമ സ്ഥാപനം, തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ഇത്തരം ഒരു കേസിൽ പെടുകയാണ് എങ്കിൽ അവിടെയും ഇളവ് നൽകണം എന്നല്ല. കാര്യം ഇത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പണം അടയ്ക്കാതിരിക്കുക, GST അടയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കള്ളപ്പണം കടത്തി എന്നാണ് പറയുന്നത്. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു ഫേവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമയമെങ്കിലും നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ വരുന്നില്ല. UDF അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ മാറി എന്ന് റിപ്പോർട്ടർ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VD സതീശനാണ്. ഇനി മറുവശത്ത് VD സതീശൻ അത്തരം ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം VD സതീശനെതിരെതിരെയും. കാര്യം 100ഓളം ദിവസം അല്ലെങ്കിൽ 100-ലധികം ദിവസം റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ച, അവിടെ ചർച്ചകൾക്ക് പോലും കോൺഗ്രസിലെ നേതാക്കൾ പോകാതിരുന്ന ഒരു ചാനലാണ്. അവിടെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല അടൂർ പ്രകാശനൊക്കെ തന്നെ പറഞ്ഞിരുന്നു പണി കിട്ടുമെന്നുള്ള റിപ്പോർട്ടിന്. ജയിക്കുമ്പോൾ CPM-ന്റെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ ഓഫീസിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനേക്കാൾ ആളുകൾ വന്നത് റിപ്പോർട്ടർ ചാനലിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താനാണ്. അത് ആ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അത്രത്തോളം ദേഷ്യം റിപ്പോർട്ടർ ചാനലിനോട് കോൺഗ്രസ്സുകാർക്കുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ഇത്തരം ഒറ്റയ്ക്കൊരു നിലപാട് എടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കരുതുകയാണെങ്കിൽ വിഷയം അങ്ങ് ഒത്തുതീർപ്പാക്കാമെന്ന് കരുതുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ വരും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം സതീശൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതൊന്നും വെറുമാക്കല്ല, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് വരുമ്പോൾ മറക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ് എങ്കിൽ റിപ്പോർട്ടർക്കാർ കുറച്ചധികം വെള്ളം കുടിക്കേണ്ടി വരും. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പല ആവർത്തി ഇപ്പോഴും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. കേസുകൾ ഇല്ല എന്നും പലപ്പോഴും ചർച്ചകൾ തന്നെ പലരും ചോദിക്കാറുണ്ട്. ആ കേസ് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായ കേസ് അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇതിന്റെ അകത്ത്. ഇപ്പൊ GST അടച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കില്ല, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടില്ല. ഇതിനകത്ത് ഒരുപാട് വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. എളുപ്പത്തിൽ ഊരിപ്പോകാൻ എന്തായാലും ഇവർക്ക് കഴിയുകയുമില്ല ഈ ഒരു വിഷയം. പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, റിപ്പോർട്ടറിനെതിരെയുള്ള പണി തുടങ്ങിയിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് തോന്നാം. ഇനി അവസാനം പൂട്ടുമോ, അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് സർക്കാരും റിപ്പോർട്ടറും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തുക ഇത്രയും അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ GST ഒക്കെ അടച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നും നമുക്കറിയില്ല.